ഹലോ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ച് ഒരു വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുക എന്ന് നോക്കാം. അതിനായി ഗൂഗിൾ എടുത്ത് SEC കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അതിൽ തൊട്ടുമുകളിലായി സൈൻ ഇൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസർ നെയിം, പാസ്വേഡ് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിലവിൽ ലോഗിൻ ലഭിക്കാത്തവർ ആണെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന മെനു വഴി ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതിനായി നിങ്ങളുടെ ഫുൾ നെയിം, മൊബൈൽ നമ്പർ എന്നിവ നൽകി മൊബൈലിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കും. രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇടത്തെ വശത്ത് കാണുന്ന ആപ്ലിക്കേഷൻ ഫോർ നെയിം ഡിലീഷൻ, നിലവിലെ പേര് ഒഴിവാക്കുന്നതിനുള്ള ആക്ഷേപം സെലക്ട് ചെയ്യുക. ജില്ലയും പഞ്ചായത്തും വാർഡും പോളിംഗ് സ്റ്റേഷൻ പറയുന്നത് ബൂത്തും സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് ഗെറ്റ് ഡാറ്റ പ്രസ് ചെയ്യുക. ആരുടെ പേരാണോ നീക്കം ചെയ്യേണ്ടത് അവരുടെ വിവരങ്ങളാണ് ആദ്യം നൽകേണ്ടത്. പിന്നീട് വരുന്നത് തടസ്സവാദം ഉന്നയിക്കുന്ന ആളുടെ വിവരം. അത് കൊടുക്കുന്നതിന് മുമ്പായി എന്തിനാണ് ബന്ധപ്പെട്ട വ്യക്തിയെ ഒഴിവാക്കുന്നത് എന്നതിനുള്ള കാരണം റീസൺ എന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. അതിനുശേഷം തടസ്സവാദം ഉന്നയിക്കുന്ന ആളുടെ ബൂത്തും വോട്ടർ പട്ടികയിലെ ക്രമ നമ്പറും കൊടുത്ത് ഫെച്ച് ഡാറ്റ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൊടുത്ത ആളുടെ വിവരങ്ങൾ താഴെ ലഭിക്കുന്നതായിരിക്കും. തടസ്സവാദം പിന്താങ്ങുന്ന ആളുടെ വിവരങ്ങളും ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടു പേരുടെയും മൊബൈൽ നമ്പർ നിർബന്ധമായും എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുകയുള്ളൂ. ഇത്രയും വിവരങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന മെസ്സേജ് കാണുവാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഹോം പേജിൽ കാണുവാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷൻ്റെ നേരെയും ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ്റെ ഹിയറിംഗ് നോട്ടീസും ഫോമും ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ട് പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടതാണ്. ഇങ്ങനെ സമർപ്പിക്കുന്ന ഓരോ അപേക്ഷയുടെയും സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും.